നമസ്കാരം, VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെആർ. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. പിണറായി വിജയന്റെ വീട്ടിലെ ED റെയ്ഡിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം. പ്രവർത്തകർ തെരുവിലിറങ്ങി. തൃശൂരിലും വടക്കാഞ്ചേരിയിലും CPMന്റെ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ED നടപടിക്ക് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ ഖേദം തീർക്കാൻ BJPയുമായി ഉണ്ടാക്കിയ ഡീലാണിതെന്നും സേവ്യർ ചിറ്റലപ്പള്ളി MLA. കേന്ദ്ര ഗവൺമെന്റിന്റെ വേട്ടയാടൽ രാഷ്ട്രീയത്തിനെതിരെ കുണ്ടന്നൂർ ചുങ്കത്ത് പന്തംകൊളുത്തി പ്രകടനവുമായി CPIM പ്രവർത്തകർ തെരുവിലിറങ്ങി. എറണാകുളം ഷൊർണൂർ റെയിൽവേ സെക്ഷനിൽ പോട്ടോർ വേലിക്കുട്ടി ഗേറ്റ് ലെവൽ ക്രോസ് ഒഴിവാക്കിക്കൊണ്ടുള്ള റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ പൈലിംഗ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. മദ്രാസ് IITയുടെ അംഗീകാരം ലഭിച്ച ഡ്രോയിങ്ങിന്റെ അടിസ്ഥാനത്തിൽ 21.78 കോടി രൂപ നിർമ്മാണ ചെലവിൽ 60 പൈലുകളോടെയാണ് 360 മീറ്റർ നീളത്തിൽ ഈ മേൽപ്പാലം നിർമ്മിക്കുന്നത്. ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കെറെയിലിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ 2027 മെയ് മാസത്തോടെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. എരുമപ്പെട്ടി തോട്ടുപാലം കോട്ടക്കുന്ന് കുന്നിന് മുകളിൽ വ്യാപകമായി മണ്ണെടുപ്പ് നടക്കുന്നതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാകുന്നു. മഴ പെയ്താൽ മണ്ണും കൂട്ടിയിട്ടിരിക്കുന്ന പാറകളും താഴേക്ക് ഒലിച്ചിറങ്ങി വീടുകൾക്ക് വലിയ ഭീഷണിയാകുമെന്ന് പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. ജനങ്ങളുടെ ജീവന് ഭീഷണിയായ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാർ പരാതി നൽകിയതിനെ തുടർന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വരവൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. കുമരപ്പനാലിൽ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. കോളേജിലെ താമസവും ഭക്ഷണവും ശരിയാകാത്തതിനാൽ പഠനം അവസാനിപ്പിച്ച് പിതാവിനോടൊപ്പം കാറിൽ നാട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. എതിരെ വന്ന കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ആര്യയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു. പിതാവ് സുരേന്ദ്രനും പരിക്കേറ്റു.